വെൽക്കം ബാക്ക് ടു ടാങ്കൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തത് പ്രകാരം ക്രീപ്പർ റോസിൻ്റെ മാത്രം വീഡിയോ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇത് വീഡിയോയിലുള്ളത് സൂപ്പർ ഫെയറി ഓറഞ്ച് റോസ് ആണ്. ഓറഞ്ച് ക്രീപ്പർ വെറൈറ്റി ആണ് കേട്ടോ. രണ്ടാമതായിട്ട് ഡബിൾ പെറ്റൽ ക്രീപ്പറാണ്. മജന്ത ഷെയ്ഡിൽ വരുന്നതാണ്. നല്ലതുപോലെ പൂക്കും ബഞ്ചായിട്ട് ഫ്ലവറിങ് ആവുന്നൊരു വെറൈറ്റിയാണ്. രണ്ട് പെറ്റൽ ഡബിൾ ലെയർ ആണ് കേട്ടോ. അതിൻ്റെ പൂക്കളുടെ അടുക്ക് വരുന്നത് ഡബിൾ ലെയർ ആണ്. അപ്പോൾ ഇതിൻ്റെ ഡബിൾ പെറ്റൽ ക്രീപ്പർ എന്നാണ് പറയുന്നത്. കറക്റ്റ് ഐഡിയ എനിക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെയും നല്ല ആരോഗ്യമുള്ള തൈകൾ ഇപ്പോൾ സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട്. ഇത് വന്നിട്ട് നാടൻ ബഡ്ഡിംഗ് ആണ്. ഫസ്റ്റ് കാണിച്ച സൂപ്പർ ഫെയറി ഓറഞ്ച് ക്രീപ്പറിൻ്റെത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അടുത്തതായിട്ട് ഈ ഒരു പിങ്ക് ക്രീപ്പറാണ്. പിങ്ക് ക്രീപ്പറിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നമ്മുടെ നോർമൽ റെഡില്ലേ അതിൻ്റെ തന്നെ സെയിം ആണ്. ഡ്രാഗൺ പിങ്ക് എന്നാണ് ഐഡിയ വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ അടിപൊളിയായിട്ടുള്ള തൈകൾ ഇപ്പോൾ സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട്. ഓൺ റൂട്ടഡ് ആണ്. ഇതിനകത്ത് ഏതൊക്കെയാണ് ഓൺ റൂട്ടഡ് ഏതൊക്കെയാണ് ബഡ്ഡിങ് എന്നുള്ളത് പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം അത് മേടിക്കുന്നവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ്. അടുത്തതായിട്ടുള്ളത് പെർഫ്യൂം ബ്രീസ് ആണ്. പെർഫ്യൂം ബ്രീസിൻ്റെയും നല്ല തൈകൾ ഇപ്പോൾ സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള തൈകളാണ്. തീരെ ചെറിയ തൈകളൊന്നുമല്ല. നല്ലപോലെ വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ പെർഫ്യൂം ബ്രീസിൻ്റെയൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു ബേബി പിങ്കും വൈറ്റും കോമ്പിനേഷനിൽ വരുന്നതാണ് പെർഫ്യൂം ബ്രീസ്. ഒത്തിരി വലിപ്പമുള്ള പൂക്കളല്ല. അടുക്ക് ഇഷ്ടംപോലെ ഇതളുകളുണ്ട്. പക്ഷേ പൂക്കൾക്ക് വലിപ്പം കുറവാണ്. ബഞ്ചായിട്ട് പൂക്കുമ്പോൾ കാണാനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അതിൻ്റെ പെർഫ്യൂം ബ്രീസിൻ്റെ തൈകൾ ഇപ്പോൾ ഉണ്ട്. അടുത്തതായിട്ട് വന്നേക്കുന്നത് ഇംഗ്ലീഷ് റോസ് ആണ്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തത് പ്രകാരമാണ് ഇംഗ്ലീഷ് റോസ് വീണ്ടും നമ്മൾ സെയിലിനായിട്ട് എത്തിച്ചേക്കുന്നത്. ഇതാണ് ഇംഗ്ലീഷ് റോസ്. വലിപ്പമുള്ള പൂക്കളും അതുപോലെ തന്നെ പെറ്റൽ ഇഷ്ടംപോലെ അടുക്കടുക്കായിട്ട് പെറ്റൽസും ഉണ്ടാവും. ഒരു പീച്ചും വൈറ്റും അറ്റത്തുള്ള ഇതളിലൊക്കെ ഒരു വൈറ്റ് ഷെയ്ഡും ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഒരു പീച്ച് ഷെയ്ഡുമാണ് കേട്ടോ ഈ ഒരു റോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നല്ലപോലെ ബഞ്ചായിട്ട് പൂക്കും. ഇത് അത്യാവശ്യം നമുക്ക് പടർത്തിയൊക്കെ വിട്ട് കഴിഞ്ഞാൽ നിറയെ നമ്മുടെ ക്ലൈമറ്റിൽ നിന്ന് ധാരാളം പൂക്കൾ തരും. കാരണം ഇത് ഞാൻ എൻ്റെ വീട്ടിൽ ഫ്ലവറിങ്ങായി നിൽക്കുന്നതാണ് കേട്ടോ ഇട്ടേക്കുന്നത്. ഇത് ക്രീപ്പർ ജാക്കിയാണ്. ക്രീപ്പർ ജാക്കിനെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. നമ്മുടെ ചന്ദന കളർ റോസ്, നാടൻ ചന്ദന റോസാണ്. ഇതിന് നാടൻ ബഡ് ചെയ്ത തൈകളാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. മിക്സഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. നാടൻ ബഡ് ചെയ്ത തൈകൾ ഓൺ റൂട്ടഡ് മിക്സഡ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു ലോഡിൽ എത്തിയേക്കുന്നത്. ഇതും ഇംഗ്ലീഷ് റോസും. പിന്നെ കിസസ് ഓഫ് ഫയർ എന്ന് പറയുന്നത് ഈ ഒരു റോസാണ്. ഇതിൻ്റെ നല്ല അടിപൊളി തൈകളിപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഉള്ളത്. പൂക്കളും നല്ലൊരു കുങ്കുമ റെഡാണ് കേട്ടോ വരുന്നത്. അടുത്തതായിട്ട് മിഡ് നൈറ്റ് ക്രീപ്പറാണ് കേട്ടോ. ഇതിൻ്റെ കളർ ഇതല്ല, നമ്മുടെ മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ ഏകദേശം അതുപോലത്തെ ഒരു കളറാണ് കേട്ടോ. പിന്നെയുള്ളത് വൈറ്റ് ക്രീപ്പറാണ്. നാടൻ വൈറ്റ് ക്രീപ്പർ, നമ്മുടെ നാടൻ റെഡ് ക്രീപ്പർ. ഇത്രയാണ് ക്രീപ്പർ വെറൈറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. വേണമെന്നുള്ളൊരു വാട്സപ്പ് ചെയ്യാം കേട്ടോ. താങ്ക് യു.